അത് മതിയെന്ന് വിചാരിക്കുന്നു. പണടപാടിലോ കള്ളത്തരം നടത്തിയിട്ട് ഇവിടെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടായാലും വേണ്ടില്ല, ഒരു പ്രയാസം ഉണ്ടായാലും വേണ്ടില്ല, അന്നേ റസൂലും പറഞ്ഞ് ജീവിതം മതി എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ദൈനംദിന ജീവിതത്തിൽ തന്നെ ഓരോ ദിവസത്തിലാവൂല എന്താണ് വലൽ-ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, അടുത്ത നിമിഷം നമ്മൾ കഴിഞ്ഞ നിമിഷത്തിനൊക്കെ ഉത്തമമായിട്ട് മാറും. അങ്ങനെ നമ്മളുടെ ഇതിലൊരു ഇമ്പ്രൂവ് ഉണ്ടാവും, നമ്മുടെ സൽക്രമങ്ങളിലും ഈമാനിലും ഇമ്പ്രൂവ് ഉണ്ടാവും. സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ സഹാബാക്കളെ കാര്യമൊക്കെ പറയും, എന്നിട്ട് എന്താ ചെയ്യരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറെ തൗഹീദൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറ്റാത്തൊക്കെ പറ്റൂല, നമുക്ക് പറ്റിയതൊക്കെ പറ്റി, അങ്ങനെ നമ്മളൊരു ദീൻ ഉണ്ടാക്കലാണ്. സഹാബാക്കളാണ് ഏറ്റവും വലിയ അസ്റാറ് കൈകാര്യം ചെയ്തവര്, ഏറ്റവും കൂടുതൽ മഅരിഫത്ത് ലഭിച്ചവർ. അവരങ്ങോട്ട് ആരും എത്തൂല. ആ മഅരിഫത്ത് ലഭിച്ച അസ്റാറ് ലഭിച്ച ഈമാനിന്റെ ഉന്നതമായ തലത്തിൽ ഹഖുൽ യഖീനും ഐനുൽ യഖീനും ഹഖുൽ യഖീനും ഒക്കെ എത്തി സഹാബാക്കളുണ്ടല്ലോ, അവര് വളരെയധികം സൂക്ഷ്മതയോടുകൂടി അള്ളാഹിനെ ഭയപ്പെട്ടാണ് ജീവിച്ചത്. അള്ളാഹിനെ പോലും സ്നേഹിക്കല്ല ചെയ്ത്. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു കൽബിൽ. അല്ലാഹു തആലാന്റെ അഫ്ആലിൽ അവനെ എന്തു പ്രവർത്തിക്കാൻ അതിനുള്ള അവർക്ക് നല്ല അറിവുണ്ട്. അള്ളാന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരെങ്ങാനും കോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്നവർക്കറിയാം. അള്ള പുറത്തുനിന്നില്ലെങ്കിൽ നമ്മളതെല്ലാം നശിച്ചു പോകുന്നവർക്കറിയാം. വിശന്നിട്ടേ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഉമറുള്ള നമ്മുടെ സിദ്ദീഖുറല്ലാനോ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ട് വിശപ്പ് മാറ്റാത്തിട്ട് വീട്ടിലേക്ക് മസ്ജിദ് നബിയിൽ കണ്ടപ്പോൾ ഉമറുല്ലാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ വിശന്നപ്പോ വല്ലാതെ വിശപ്പ് വന്നപ്പോൾ മുത്തുനബിയുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരുമുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശപ്പ് മാറും. അപ്പൊ അതിനുവേണ്ടി വന്ന മുത്തുനബിയെ കാണാൻ വേണ്ടി വന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങളെ എന്റെ സിദ്ദീഖ് എന്നവരെ വന്ന് നിങ്ങളെ എന്തൊരു കാര്യമാണോ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അത് തന്നെയാണ് എനിക്കും വന്നിട്ടുള്ളത്, അത് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പ്രേരിപ്പിച്ചത്, വിശപ്പ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തുനബി പുറത്തേക്ക് വന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എനിക്കും വിശന്നിട്ട് കുറച്ച് ദിവസമായി ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വേരി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഒരു സഹാബിയുടെ അടുക്കൽ പോയി. സഹാബിയുടെ അടുക്കൽ പോയപ്പോൾ സഹാബിക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകരും അവിടെ അടുത്ത അനുയായികളുമാണ് വന്നിട്ടുള്ളത്. സ്വീകരിച്ചിരുത്തി. ആദ്യം തന്നെ തണുത്ത വെള്ളം കൊടുന്നു കൊടുത്തു, പച്ചവെള്ളം കൊടുന്നു കൊടുത്തു. ആ ഉള്ളിൽ തണുപ്പുള്ള, ഇന്നത്തെ മാതിരി ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ല, തണുപ്പുള്ള വെള്ളം കൊടുന്നു കൊടുത്തു. പിന്നെയോ ഈത്തപ്പനയുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദിൻ ബാരിക് വസല്ലം. അൽഹംദുലില്ലാഹ്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്താനുള്ള കാരണം, നമ്മൾ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൽ വിജയം ലഭിക്കണമെങ്കിൽ, അതായത് ഈ പ്രത്യേക അമ്രിൽ, ഈ പ്രത്യേക കാര്യത്തിൽ, ആഖിറത്തിൽ വിജയം നേടുന്ന കാര്യത്തിൽ നമ്മൾക്ക് അതതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം. ഒന്നാമതായ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നമ്മൾക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടാവും. കൃത്യനിഷ്ഠത ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഇതിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ല. അതായത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ട്, നിർബന്ധ നിസ്കാരം. അതിൽ അൽഹംദുലില്ലാഹ് നമുക്ക് കൃത്യനിഷ്ഠത ഉണ്ട്. എന്നാൽ അത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കടമയാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ ഉയരുവാനും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുവാനും വേണ്ടിയുള്ള സൽക്രമങ്ങൾ ചെയ്യുന്നിടത്ത് പലവർക്കും കൃത്യനിഷ്ഠത ഉണ്ടാവാറില്ല. ഈ കൃത്യനിഷ്ഠത ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഉയർച്ച ഇല്ലാതാവും. അതായത് ഉദാഹരണം പറഞ്ഞുതരാം. സുബഹി നിസ്കാരത്തിന് ശേഷം ചെയ്യുന്ന ഔറാദുകൾ, ഈ ഔറാദുകൾ സമയമുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യൂല. എന്തായാലും നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള പല തിരക്കുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഔറാദൊന്നും ഉണ്ടാവില്ല, ഔറാദൊക്കെ പോയി. പിന്നെ നമ്മൾക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് സലാം വീട്ടിയ പാട് ഇപ്പൊ ചെറിയ ദുആയൊക്കെ ചെയ്ത് നമ്മൾ ഓടി, അതിന്റെ തിരക്കിലോടി. ഇതേപോലെ ഓരോ നിസ്കാരങ്ങളും അതിനുശേഷമുള്ള ഔറാദുകൾ, അതല്ലെങ്കിൽ നമ്മൾ വിജയത്തിന് വേണ്ടി ഹദീസുകളിൽ നിന്നോ അല്ലെങ്കിൽ മശായിഖന്മാരിൽ നിന്നോ ലഭിക്കുന്ന ഔറാദുകൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ള രീതി സ്വീകരിച്ചാൽ ഒരിക്കലും ആൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് മുഹിം, പ്രധാനം അള്ളാഹു അവന്റെ റസൂലും അല്ല. മാത്രമല്ല, ഇങ്ങനെ ഔറാദുകൾ കൃത്യമായി ചെയ്യാത്ത ആളുകൾക്ക്
ഒരു വിധത്തിലും അതിന്റെ ബർക്കത്തോ നൂറോ ഉണ്ടായിരിക്കില്ല. മഹാന്മാർ പറയാറുണ്ട്, മല്ല ലഹു വിറുദുൻ ഫഹുവ കിറുദുൻ, ആർക്ക് വിറുദില്ലയോ അവന് കൊരങ്ങനാണെന്നാണ്. വിറുദ ആവശ്യമാണ്. ഔറാദ് എന്ന് പറഞ്ഞാൽ തന്നെ സാധന ദിക്ർ പോലെയല്ല. ഔറാദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഔറാദ് എന്ന് എന്തിനാ പറയുക? സ്ഥിരമായി പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം ഏതൊരാൾക്കും. ഞാൻ എത്ര സമയത്താണ് എത്ര മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുക, അതിനൊരു കൃത്യനിഷ്ഠത വേണം. സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, തഹജ്ജുദിന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കും. തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്ത് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഏതെല്ലാം ഔറാദുകൾ എന്തെല്ലാമാണ് ഞാൻ ചെയ്യുക, ഇതിന് കൃത്യനിഷ്ഠത വേണം. ആ കൃത്യനിഷ്ഠത, അതായത് കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞാൽ നമുക്കത് അതിന് നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. അത് കൃത്യമായി ചെയ്യുകയും വേണം. അതിനൊരു സമയവും കാര്യമൊക്കെ ഉണ്ട്. ഒരു സീരിയലും ഉണ്ടായിരിക്കണം. ഇന്നത് ആദ്യം, ഇന്നത് ശേഷം, ഇങ്ങനെ. ഈ സുബഹി നിസ്കരിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെല്ലണം, അത് ഏതൊക്കെ സന്ദർഭത്തിൽ ചെല്ലണം, എത്ര ദിക്രി എത്ര പ്രാവശ്യം ചെല്ലണം, ഇതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാവും. നമുക്ക് മശൈഖന്മാരിൽ നിന്നുള്ള ഇജാസത്തോ അല്ലെങ്കിൽ ഹദീസോ നമുക്ക് അടിസ്ഥാനം ഉണ്ടാവും. അപ്പൊ ഈ ഔറാദുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ദിവസം ചെയ്തിരിക്കണം. അത് ചെയ്യണില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു റസൂൽ ഹദീസിൽ കാണാൻ സാധിക്കും, അഫ്ളൽ അഅമാലി അദ്വമുഹ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പതിവായി ചെയ്യുന്നതായിരിക്കും. അതായത് ഇനി ഒരാൾക്ക് മനുഷ്യ സഹജമാണ്, പല സാഹചര്യങ്ങളും വന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞു അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, അവന് ചെയ്യേണ്ടത് ഔറാദുകൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചു എങ്കിൽ, കൃത്യനിഷ്ഠതയുള്ള ഒരാളാണെങ്കിൽ അവനെന്താ ചെയ്യല്? അവൻ അത് കഴിഞ്ഞാൽ, അപ്പോൾ മഗ്രിബിന് ശേഷമുള്ളതാണ്, ഇഷാക്ക് മുന്നായി അവൻ അത് പൂർണ്ണമായി ചെയ്തിരിക്കുവാനത്. സംഭവം മഗ്രിബിന് ശേഷം ചെയ്യാനുള്ളതായിരിക്കും, എന്നാലും അവനത് ചെയ്തിരിക്കും. സുബൈക്ക് ശേഷമുള്ളതായാലും ശരി, അവനത് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ല, അവന് യാത്രയിലായോ അതല്ലെങ്കിൽ ലോഹറിന്റെ മുന്നെയോ അല്ലെങ്കിൽ ആ ദിവസം പൂർണ്ണമായിട്ട് അവൻ ആ ദിവസത്തിൽ അത് ചെയ്തിരിക്കും. അത് പതിവായിട്ട് ആ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് അവൻ ചെയ്തിരിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് അവനക്ക് ജീവിതത്തിലും കൃത്യനിഷ്ഠത ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല, ഇവൻ അള്ളാഹു സ്വീകരിക്കും. ഇവന് കൃത്യമായിട്ട് അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവനക്കൊരു ചര്യയുണ്ട്, അവർക്ക് നബിചര്യയുണ്ട്. ആ നബിചര്യ ചിലപ്പോൾ മശൈഖന്മാരിലൂടെ ലഭിച്ചതായിരിക്കാം, അപ്പോൾ ഒന്നുകൂടി ഉത്തമമായി. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ ഹദീസിന്റെ കിതാബുകളിലോ മറ്റോ ലഭിച്ചതായിരിക്കാം. എന്തായാലും അത് കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അത് ഖുർആൻ ഖതമാക്കുന്ന വിഷയത്തിലായാലും വേണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചെല്ലുന്ന വിഷയത്തിലായാലും വേണ്ടില്ല. അത് ഇത്ര സ്വലാത്ത് മുത്തനബിയുടെ മേലൊരു ദിവസം ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെല്ലിയിരിക്കും. അവന് അത് ഏത് സമയം കിട്ടാത്ത സന്ദർഭമാണെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ അവൻ ചെയ്തിട്ടേ അത് ഉറങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞ കൃത്യനിഷ്ഠത. അൽഹംദുലില്ലാ, അത് ഒന്ന്. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ആഖിറത്തിൽ എന്തെങ്കിലും ഉണ്ടാകും. രണ്ടാമത് നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമതായിട്ട് നമ്മൾക്ക് ഉണ്ടാവേണ്ട കാര്യം ഈമാനാണ്. അത് അള്ളാഹുവിനുള്ള ഈമാനാണ് വേണ്ടത്. അതായത് രണ്ടാമത് പറഞ്ഞത് ഈമാൻ. അതായത് നമ്മുടെ ഉള്ളില് അള്ളാഹുവിനോടുള്ള ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിനുള്ള വിശ്വാസം, അതായത് ഒന്ന് അള്ളാഹു ഉണ്ട്, അത് അത്ര യഖീനായിരിക്കണം. അള്ളാഹു താലാണ് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവനാണ്, വളരെ യഖീനായിരിക്കണം. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇവന് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ആൾക്ക് ഇത് മുന്നേറാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോഴത്തേനും അവന് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ഒഴിവാകും. എന്നിട്ട് അവൻ ആ പ്രയാസങ്ങളുടെ പിന്നാലെ അങ്ങനെ പോവുക. അള്ള എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അള്ളാഹിനെ സംബന്ധിച്ച് അവനക്ക് വ്യക്തമായിട്ട് അറിവില്ല. അതായത് ഈമാൻ ലഭിക്കണം, ഈമാൻ ക്ലിയർ ആണെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ച് അറിയണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് നമ്മൾ മദ്രസയിൽ ചെറുപ്പത്തിൽ പഠിച്ച അറിവ് കൊണ്ടൊന്നും മാത്രമൊന്നും മതിയാവില്ല. അള്ളാഹിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവൻ കാരുണ്യവാനാണ്. വെറും കാരുണ്യവാനാണോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. കാരുണ്യവാൻ മാത്രമൊന്നുമല്ല, അങ്ങനെ ചില ആളുകളുണ്ട്. അള്ളാഹു കാരുണ്യവാനായ റബ്ബ് എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു, എന്തുകൊണ്ട് നരകത്തിലിടുന്നു, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനത്തെ അല്ലല്ല. കാരുണ്യവാൻ മാത്രമൊന്നുമല്ല, അവൻ കാരുണ്യവാനാണ്, അവന്റെ കാരുണ്യം വളരെ മികച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ധിക്കാരികളായ ആളുകളോട്, അവന് വളരെയധികം അഹങ്കാരികളായ ആളുകളോട്, മനഃപൂർവ്വം ധിക്കാരത്തോടുകൂടി പാപങ്ങളെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്ന, അതേ ധിക്കരിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ആളുകളോട് അള്ളാഹ്ക്ക് വല്ലാത്ത വെറുപ്പാണ്. അവൻ കോപിച്ചു കഴിഞ്ഞാൽ അവനെപ്പോലെയുള്ള കോപിക്കുന്നവരാരുമില്ല. ശദീദുൽ ഇഖാബാണ്, അതായത് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇന്നിവിടെ പ്രപഞ്ചത്തിൽ തന്നെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അള്ളാഹു അല്ല സൃഷ്ടാവ്, അള്ളാഹു അല്ല ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട്. എന്തെല്ലാം നടക്കുന്നുണ്ട്. കത്തിക്കരിഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? ഒന്നാകെ തകർന്നു പോകുന്നുണ്ട്. ഭൂകമ്പങ്ങൾ വന്നും കണ്ട് വലിയ കുഴിയിലേക്ക് ആളുകൾ ആണ്ടുപോകുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കി?
നമ്മൾ ഓരോരുത്തരും എന്താ മനസ്സിലാക്കിയത്? അല്ല അറിയാതെ ചെയ്യണ കാര്യം അല്ല ചെയ്യണ തന്നെയാണ്. മനസ്സിലാവുണ്ട? അല്ല ചെയ്യണ തന്നെയാണ്. അതിന്റെ കാരണക്കാർ നമ്മളാണെങ്കിലും മനസ്സിലാവുണ്ട്. അപ്പൊ അള്ളാഹു താല ചില കാര്യങ്ങളിൽ അവന്റെ കാരുണ്യം മികച്ചിട്ടുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള കാര്യക്കാരുടെ ബന്ധങ്ങൾ അത് അങ്ങനെ നടത്തിപ്പോകുന്ന വിഷയത്തിൽ അവൻ നല്ല സഹനമുള്ളവനാണ്. മാത്രമല്ല അവൻ ശിക്ഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ശിക്ഷയായിരിക്കും. മനസ്സിലാവുണ്ട? നമ്രൂദിന് കിട്ടിയില്ലേ? എന്താ പറയാ, അബ്രഹത്തിന്റെ ആനസൈന്യത്തിന് കിട്ടി അല്ലെ? അതുപോലെ തന്നെ ഫിറാവിനും സംഘത്തെയും മുക്കിക്കൊന്നില്ലേ? ഇതൊക്കെ ആരാ ചെയ്തത്? പടച്ചോൻ തന്നെയാണ്. ആഖിറത്തിൽ അങ്ങനെ അല്ല വെറുതെ വിടൊന്നുമില്ല ഇക്കാര്യങ്ങൾ. അങ്ങനെ ഒരു അള്ളാനെ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലാവും? എന്നാലോ അത് തൗബ ചെയ്ത് മടങ്ങുന്നവന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. ധിക്കാരമില്ലാതെ മനഃപൂർവ്വമല്ലാത്തതായ പാപങ്ങൾ അവൻ തൗബ ചെയ്യാതെ തന്നെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നവനാണ്. ഇനി മനഃപൂർവ്വം തന്നെ പാപങ്ങൾ ചെയ്താൽ അവന് ഖേദം വന്നു ഇനി ചെയ്യൂല എന്നാണ് അള്ളാഹ് വളരെയധികം പുറത്തു കൊടുക്കുന്നത്. അവർക്ക് വല്ലാത്ത കാരുണ്യമാണ് അവനെ അനുസരിക്കുന്നവനെ, അവന്റെ സൃഷ്ടിപ്പിനെ മനസ്സിലാക്കിയവന്, അവൻ സിത്താവാണ് എന്നും അവൻ ഇലാഹാണ് എന്നും ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന അവന്റെ പ്രവാചകരെ അംഗീകരിക്കുന്നവരെ, അവന്റെ പ്രവാചകൻ തന്നെയാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകൻ. അങ്ങനെ അള്ളാഹിന്റെ അമ്പിയാക്കളെല്ലാം വിശ്വസിച്ചു. പ്രത്യേകിച്ച് നമ്മളുടെ നബിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് എന്റെ പ്രവാചകരാണ്, ഞാൻ അവർ വിശ്വസിച്ചു അംഗീകരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു അംഗീകരിക്കാൻ പറഞ്ഞതിനൊക്കെ അംഗീകരിക്കുക, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനൊക്കെ ആദരിക്കുക, അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞവർക്ക് സ്നേഹിക്കുക. ഇത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. അവർക്ക് അള്ളാഹു താല തൗബ ചെയ്യാതെ തന്നെ അള്ളാഹു താല പുറത്തു കൊടുക്കും. വളരെ കാരുണ്യവാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തല്ല, ഇതൊക്കെ ശരിക്കും പഠിക്കാനുണ്ട്. നമ്മളിതിന്റെ ഒരു വളരെ തുമ്പേ പറയുന്നുള്ളൂ. ഇത് ശരിക്കും ശരിയായ ഹക്കായ മുറബിയായ മശേഖന്മാരിൽ നിന്നും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഭയങ്കര എന്ന് പറഞ്ഞ ഒരു നമ്മളെ ഒരു എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജ് നമ്മൾ സാധാരണ സംസാരിച്ച ഭയമുള്ളതല്ല. മനസ്സിലാവണ്ട? വലിയ രസമായിരിക്കും. അള്ളാഹിനെ സംബന്ധിച്ച് ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹിനോടുള്ള സ്നേഹിച്ചിട്ട് അള്ളാഹിനോടുള്ള ഇഷ്ടം വന്നിട്ട് അവനോടുള്ള ഇഷ്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ വിധത്തിൽ അവൻ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ സന്തോഷത്തോടെ ഒഴിവാകും. അങ്ങനത്തെ അവസ്ഥ വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത് വേണം. അള്ളാഹുവിൽ ഒരാൾക്ക് നല്ല എത്ര കണ്ട് വിശ്വാസം വരുന്നു, യഖീന് വരുന്നു, എത്ര കണ്ട് ഉറപ്പ് വരുന്നു, അതിന് കണ്ടാണ് അവനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൂടുതൽ തോന്നുകയും ചെയ്യുള്ളൂ. ഏത് അവസരത്തിലും അതിൽ ഇസ്തിഖാമത്തോടെ നിലക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ വേദന സഹിക്കവയ്യാത്ത വേദന വന്നു, ഓനപ്പോ ഈ ഇബാദത്തുകളൊക്കെ മുടക്കും. മനസ്സിലായ? അതേ സ്ഥാനത്ത് മറ്റവനാണെങ്കിലോ അള്ളാഹിനെ സംബന്ധിച്ച് അറിഞ്ഞ ആളും അള്ളാഹിനോട് ശരിയായ വിശ്വാസമുള്ള ആളാണെങ്കിൽ എത്ര വല്ല വേദന വന്നാലും ശരി അവൻ ആ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ നിസ്കരിക്കാൻ പറ്റും, നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, കിടന്നിട്ടാണെങ്കിൽ കിടന്നിട്ട്, അല്ല ആംഗ്യം കൊണ്ടാണെങ്കിൽ ആംഗ്യം കൊണ്ടോ, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അവൻ അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവും. അതൊരാൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ സുബഹി നിസ്കാരത്തിന് ഒരാൾ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അവനെ എഴുന്നേറ്റിരിക്കും. അത് എഴുന്നേൽക്കാൻ അലാറാണോ, അത് വലിയ അലാറാണോ, അതിലെന്താണെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. അവൻ അത് എന്ത് ചെയ്തിരിക്കും, അത് അവൻ പ്രവർത്തിച്ചിരിക്കും. അതാണ് അവന്റെ അവസ്ഥ. അപ്പൊ അള്ളാഹിനുള്ള വിശ്വാസം മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ ആഖിറത്തുള്ള വിശ്വാസവും അവന് വളരെ ക്ലിയർ ആയിരുന്നു. അള്ളാഹുവിൽ മാത്രമല്ല വിശ്വാസം ഉണ്ടാവേണ്ടവന്, അവൻ അള്ളാഹിന്റെ വാഴകളിൽ അതുപോലെ തന്നെ വഈദുകളിൽ വിശ്വാസം. അള്ളാഹു തആല പറഞ്ഞതിലൊക്കെ വിശ്വാസം ഉണ്ടാവുന്ന അർത്ഥം. മുത്തനബിയിൽ വിശ്വാസം ഫസ്റ്റ്. പിന്നെ അള്ള എന്തൊക്കെയാണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതിലൊക്കെ വിശ്വസിക്കും. അള്ളാഹിൽ വിശ്വാസം വന്നു, ഇതിലൊക്കെ വിശ്വാസം വന്നു. ഏതാ ആഖിറത്തില് അള്ളാഹു തആല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളിലാണ് വിശ്വാസം ഉണ്ടാവും. അള്ളാഹു തആല പേടിപ്പിച്ചറിയിച്ചിട്ടുണ്ട്, അതിലൊക്കെ പേടി ഉണ്ടാവും. കാരണം അള്ള പറഞ്ഞ മാതിരി അതില് അവന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ അള്ളൊക്കെ അങ്ങനെ ചെയ്യോ, അള്ള അങ്ങനെ ചെയ്യൂന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അപ്പൊ അവർക്ക് പേടിയുണ്ടാവും. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ അള്ളാഹിന്റെ വാഗ്ദാനങ്ങൾ നല്ല വിശ്വാസം. അതായത് ഒരു മരണശേഷമുള്ള ജീവിതത്തിൽ നാളെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ നല്ല യഖീനായിരിക്കും അവർക്ക്. അള്ളാഹു തആല നാളെ മഹ്ശറയുണ്ട്, നല്ല യഖീനായിരിക്കും. വെറും ഇമേജിനല്ല, എന്തെങ്കിലും ഒരു സങ്കല്പമല്ല, അവർക്ക് നല്ല ഉറപ്പാണ് അള്ള ഉണ്ട്. മാത്രമല്ല നാളെ അള്ളാഹു തആല മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും, നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിക്കും. അവനെല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടാവും. ഒരു നിസ്കാരത്തിൽ മാത്രമൊന്നും ആവില്ല. അവന്റെ ഭാര്യയുമായി ഇടപെടുന്ന കാര്യത്തിലും, മാതാപിതാക്കളുമായി ഇടപെടുന്ന കാര്യത്തിൽ, അവന്റെ മക്കളും സന്താനങ്ങളുമായി ഇടപെടുന്ന കാര്യത്തിൽ, സഹപാഠികൾ, അയൽവാസികൾ, അതുമാത്രമല്ല അവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മറ്റുള്ള പാനീയത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വീട് നിർമ്മിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും അവനക്ക് സൂക്ഷ്മത. മനസ്സിലാവും? ഭക്ഷണങ്ങളൊന്നാകെ പാഴാക്കുക, അതിന് വെള്ളം ഒന്നാകെ പാഴാക്കുക, പാനീയങ്ങൾ പാഴാക്കുക, ഇതൊന്നും ചെയ്യൂല. അവനക്കറിയാം ഓരോ അരമണിക്കും നാളെ അള്ളാന്റെ മുന്നിൽ ഹിസാബ് കൊടുക്കേണ്ടി വരും.
മനസ്സിലാവണ്ട. മുത്തുനബിയും സഹാബാക്കൾ സിദ്ദീഖുറതാണ് ഉമറുള്ളതാണ് ഭയന്ന് അവർക്ക് അല്ല വിശന്നിട്ടേ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഉമറുള്ള നമ്മുടെ സിദ്ദീഖുറല്ലാനോ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ട് വിശപ്പ് മാറ്റാത്തിട്ട് വീട്ടിലേക്ക് മസ്ജിദ് നബിയിൽ കണ്ടപ്പോൾ ഉമറുല്ലാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തേ അപ്പോ പറഞ്ഞു ഞാനിങ്ങനെ വിശന്നപ്പോ വല്ലാതെ വിശപ്പ് വന്നപ്പോൾ മുത്തുനബിയുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശപ്പ് മാറും. അപ്പൊ അതിനുവേണ്ടി വന്ന മുത്തുനബിയെ കാണാൻ വേണ്ടി വന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങളെ എന്റെ സിദ്ദീഖ് എന്നവരെ വന്ന് നിങ്ങളെ എന്തൊരു കാര്യമാണോ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അത് തന്നെയാണ് എനിക്കും വന്നിട്ടുള്ളത്, അത് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പ്രേരിപ്പിച്ചത്, വിശപ്പ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തുനബി പുറത്തേക്ക് വന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞു എനിക്കും വിശന്നിട്ട് കുറച്ച് ദിവസമായി ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വേരി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഒരു സഹാബിയുടെ അടുക്കൽ പോയപ്പോൾ സഹാബിക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകരും അവിടെ അടുത്ത അനുയായികളുമാണ് വന്നിട്ടുള്ളത്. സ്വീകരിച്ചിരുത്തി ആദ്യം തന്നെ തണുത്ത വെള്ളം കൊടുന്നു കൊടുത്തു, പച്ചവെള്ളം കൊടുത്തു. ആ ഉള്ളിൽ തണുപ്പുള്ള ഇന്നത്തെ മാതിരി ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ല, തണുപ്പുള്ള വെള്ളം കൊടുന്നു കൊടുത്തു. പിന്നെയോ ഈത്തപ്പനയുടെ കൊല വെട്ടിയിട്ട് കൊടുന്നു കൊടുത്തു. എന്നിട്ട് മൂപ്പര് ആടിനിറക്കാൻ പോയ സന്ദർഭത്തിൽ വെള്ളം കുടിക്കുമ്പോൾ വിശന്നൊട്ടിയ മനസ്സിലായ ആ ആട്ടിലെ വെള്ളം ഇങ്ങനെ കുടിക്കാൻ നല്ല സുഖം, നല്ല തണുത്ത വെള്ളം കുടിച്ചപ്പോൾ അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്താണ് ഇതിനും നാളെ ഹിസാബ് കൊടുക്കേണ്ടി വരും. ഉമർ റളിയല്ലാഹുവിനൊക്കെ സഹാബികളെ കരഞ്ഞുപോയി എന്നാ ഞാൻ വിശദീകരിക്കുന്ന ഹദീസിന്. അതായത് അവരുടെ മനസ്സാ അള്ളാന്റെ റസൂൽ ഇതിനും ഹിസാബ് കൊടുക്കേണ്ടി വരും. അതെ, ഇതിനും ഹിസാബ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ സൂക്ഷ്മത എല്ലായിടത്തും ഉണ്ടാവും. സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ സഹാബാക്കളെ കാര്യമൊക്കെ പറയും. എന്നിട്ട് എന്താ ചെയ്യരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറെ തൗഹീദൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറ്റാത്തൊക്കെ പറ്റൂല, നമുക്ക് പറ്റിയതൊക്കെ പറ്റും, അങ്ങനെ നമ്മളൊരു ദീനുണ്ടാക്കലാണ്. സഹാബാക്കളാണ് ഏറ്റവും വലിയ അസ്റാറ് കൈകാര്യം ചെയ്തവര്, ഏറ്റവും കൂടുതൽ മഅരിഫത്ത് ലഭിച്ചവർ. അവരങ്ങോട്ട് ആരും എത്തൂല. ആ മഅരിഫത്ത് ലഭിച്ച അസ്റാറ് ലഭിച്ച ഈമാന്റെ ഉന്നതമായ തലത്തിൽ ഹഖുൽ യഖീനും ഹഖുൽ യഖീനും ഒക്കെ എത്തി സഹാബാക്കളുണ്ടല്ലോ, അവര് വളരെയധികം സൂക്ഷ്മതയോടുകൂടി അള്ളാനെ ഭയപ്പെട്ടാ ജീവിച്ചത്. അള്ളാനെ പോലും സ്നേഹിക്കല്ല ചെയ്ത്. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു കൽബിൽ. അല്ലാഹു തആലാന്റെ അഫ്ആലിൽ അവനെ എന്തും പ്രവർത്തിക്കാം, അത് അവർക്ക് നല്ല അറിവുണ്ട്. അള്ളാന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരെങ്ങാനും കോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്നവർക്കറിയാം. അള്ള പുറത്തു തന്നില്ലെങ്കിൽ നമ്മളതെല്ലാം നശിച്ചു പോകുന്നവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് അതിൽ വല്ല ഭയപ്പാടുണ്ടായിരുന്നു, മനസ്സിലാവണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് സൂക്ഷ്മത പാലിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രം നമുക്ക് വായിച്ചറിയാൻ പറ്റും. എന്താണ് 21 കഷ്ണങ്ങൾ വെച്ച വസ്ത്രമായിരുന്നു അദ്ദേഹം ഖലീഫായിരുന്ന സന്ദർഭം ധരിച്ചത്. അത്രക്കും നമുക്കിതൊന്നും പറയാൻ തന്നെ അർഹതയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും ശരി, നമ്മൾക്ക് ഇതിൽ നിന്ന് കുറഞ്ഞെങ്കിലും കിട്ടിയെങ്കിലും വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് എനിക്കും പിന്നെ നിങ്ങൾക്കും. അതായത് അത്ര സൂക്ഷ്മത ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ ജീവിതത്തിൽ അത്രയധികം പോലെ സൂക്ഷ്മത പുലർത്തിയ ആളുകളായിരുന്നു ഈ മഹാന്മാര്, മനസ്സിലാവുന്നുണ്ട്. ഈ സഹാബാക്കള് അവരുടെ ഓരോ രംഗത്തും അവർ പണം ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ, പണം സമ്പാദിക്കുന്ന സന്ദർഭത്തിൽ എല്ലായിടത്തും അല്ലാഹു തആലയുടെ മുന്നിൽ നാളെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവുന്നതോട് കൂടിയിട്ടാണ് അവരിതെല്ലാം ചെയ്തിരുന്നത്. നമ്മൾ മനസ്സിലാവുന്ന അല്ലാഹു തആല മുന്നിൽ നമുക്ക് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ട്. ആ ബോധത്തോട് കൂടിയിട്ട് അവരിവിടെ ജീവിച്ചിരുന്നത്. അതാണ് മുത്തുനബിയുടെ അനുയായികൾ. അപ്പൊ നമ്മൾക്ക് എത്ര വേണം സൂക്ഷ്മത. അപ്പൊ നാളെ മരണശേഷമുള്ള ജീവിതത്തെ ചിന്തിക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് തയ്യാറാവുകയും ചെയ്യാത്ത ആളുകൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. അത് നല്ല സ്മരിക്കണം, മനസ്സിലാ. അവര് മറ്റേ ഹദീസിൽ കണ്ടില്ലേ, ദിക്റുൽ മൗത്തി സ്വദഖ, മരണത്തെ ഓർക്കൽ സ്വതക്കന് ദാനമാണ്. ആർക്കുള്ള ദാനം? നമ്മൾക്ക് തന്നെയുള്ള ദാനമാണ്. ദാനം ആരാ ചെയ്യേ? നമ്മൾ ആ മരണത്തെ സ്മരിച്ച് നമ്മളെ നെഫ്സിനുള്ള ദാനാണത്. നമ്മൾ നേരാവാനുള്ള നെഫ്സിനോട് ദാനം ചെയ്യുകയാണ് നമ്മൾ. മരണത്തെ ഓർക്കലുണ്ട്. എങ്ങനെ ഓർക്കൽ? ഓർത്തിട്ട് പേടിക്കാനല്ല. മരണത്തെ ഓർക്കൽ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതത്തെ ഓർക്കലാണ്. അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തലാണ്. ഈ ഓർമ്മ നല്ല നിരന്തരം ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് 5 വഖ്ത് നിസ്കാരത്തിലെങ്കിലും ഓർക്കണം മരണശേഷമുള്ള ഒരു ജീവിതത്തെ. മരണശേഷമുള്ള ജീവിതത്തിന് വിജയത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നത്. അപ്പൊ അവിടെ ഏകാഗ്രത വരും. ഇന്നോ നാളോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്കൊരു സൽക്കരമായിട്ട്, സ്വർഗത്തിലേക്കുള്ള സൽക്കരമായിട്ട് അള്ള കബൂല് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ വരും. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരം സെറ്റപ്പ് ആവും. നിസ്കാരം കഴിഞ്ഞാലും എനിക്ക് ചിന്ത വേണം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവണ്ട, തോന്നിയാസം നടത്താൻ വേണ്ടിയുള്ള ചിന്ത എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഭയഭക്തിയോട് കൂടിയിട്ട് അബ്സ്വാറഹും, വിശ്വാസികളായ ആളുകളോട് നബിയെ തങ്ങൾ പറയണം അവരുടെ കണ്ണുകളെ താഴ്ത്തിക്കൊള്ളട്ടെ. കുല്ലിൽ മുഅ്മിനാത്തി അബ്സ്വാറഹുന്ന, നബിയെ വിശ്വാസിനികളായ സ്ത്രീകളോട് പറയട്ടെ അവരുടെ കണ്ണുകളെ താഴ്ത്തിക്കൊള്ളട്ടെ. ഇതൊക്കെ പാലിച്ചിട്ടായിരിക്കും നടക്കുക, മനസ്സിലാവണ്ട. അത് ഞാൻ പറഞ്ഞു വരുന്ന ജീവിതത്തിൽ മൊത്തം അവൻ പ്രത്യേകിച്ച് പണയിടപാടുകളിൽ എല്ലാം നല്ല അത് മതിയെന്ന് വിചാരിക്കുന്നു.
പണടപാടിലോ കള്ളത്തരം നടത്തിയിട്ട് ഇവിടെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടായാലും വേണ്ടില്ല, ഒരു പ്രയാസം ഉണ്ടായാലും വേണ്ടില്ല, അന്നേ റസൂലും പറഞ്ഞ് ജീവിതം മതി ഒരു ബോധം എനിക്കുണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ദൈനംദിന ജീവിതത്തിൽ തന്നെ ഓരോ ദിവസത്തിലാവൂല എന്താണ് വലൽ-ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, അടുത്ത നിമിഷം നമ്മൾ കഴിഞ്ഞ നിമിഷത്തിനൊക്കെ ഉത്തമമായിട്ട് മാറും. അങ്ങനെ നമ്മളുടെ ഇതിലൊരു ഇംപ്രൂവ് ഉണ്ടാവും, നമ്മുടെ സൽക്രമങ്ങളിലും ഈമാനിലും ഇംപ്രൂവ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അള്ളാഹു തൃപ്തിപ്പെട്ട മുഖ്ലിസായ സ്വാലിഹായ ഒരു അടിമയായിട്ട് നമുക്ക് മരിക്കാൻ പറ്റും, യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ മശാഖന്മാരിൽ കൂടെ നമുക്ക് നൽകിയ നിഅമത്തിൽ ഇസ്തിഖാമത്ത് അള്ളാഹു നൽകട്ടെ. നമ്മൾ മശാഖന്മാരുടെ ദർജാത്തിൽ അള്ളാഹു തആല നാൾക്കെന്ന് ഉയർത്തി തെരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഷെയ്ഖുമാർ, ഉസ്താദുമാർ, നമ്മുടെ ഇണകൾ, സന്താനങ്ങൾ, നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ, എല്ലാ മോമിനീങ്ങൾ, മോമിനാത്ത്, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ എല്ലാവർക്കും അള്ളാഹു തആല കാമിലായ മഗ്ഫിറത്ത് നൽകട്ടെ, ഉന്നതമായ പദവി നൽകാൻ അനുഗ്രഹിക്കട്ടെ. ബിജായ് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.